കൊല്ലം കുളത്തൂപ്പുഴ അയ്യൻപിള്ള വളവിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. കുളത്തൂപ്പുഴ ഭീമാ മൻസിലിൽ ബഷീറാണ് മരിച്ചത്. രാവിലെ കുളത്തൂപ്പുഴ ടൗണിലേക്ക് പോകുന്നതിനിടയിലാണ് ബഷീറിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. അനിൽക്ക സെയ്ദ് വിശദാംശങ്ങളുമായി. അനിൽക്ക, രാവിലെ തന്നെ ദുഃഖകരമായൊരു വാർത്ത, നടുക്കമുളവാക്കുന്നൊരു വാർത്ത കേട്ടത് ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളതായിരുന്നു. എപ്പോഴാണിത് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? സൈഫുദ്ദീൻ, അതായത് ഇന്ന് രാവിലെയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം, കാട്ടുപോത്തിന്റെ ആക്രമണം കൊല്ലം കുളത്തുപുഴയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് കൊല്ലം കുളത്തുപുഴയിൽ ചെങ്കോട്ട അന്തർസംസ്ഥാന പാതയിൽ അയ്യൻപിള്ള വളവിന് സമീപമായിരുന്നു ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 68 വയസ്സുള്ള ബഷീറിന്, ഇത്തരത്തിൽ കുളത്തുപുഴ സ്വദേശിയായിട്ടുള്ള ബഷീറിന് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ അദ്ദേഹം കുളത്തുപുഴ ടൗണിലേക്ക് നടന്നു പോകുന്ന സമയത്തായിരുന്നു ഈ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ കാട്ടുപോത്തിന്റെ ശല്യം ഉണ്ടായിരുന്നു. കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഭീഷണിയാകുകയും ചെയ്തിരുന്നു. സമാനമായി ഒരു വർഷം മുമ്പ് ഇത്തരത്തിൽ ഈ നിതിൻ ലോപ്പസ് എന്ന് പറഞ്ഞ 24-കാരനെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കാട്ടുപോത്ത് ഇറങ്ങി, അതായത് ഇരുചക്ര വാഹനങ്ങൾ പോകുന്ന ആൾക്കാരൊക്കെ തന്നെ ഇത്തരത്തിൽ കാട്ടുപോത്ത് അവരുടെ മുന്നിലേക്ക് പോകുന്നു. അങ്ങനെ ഇവർക്ക് തന്നെ വലിയ രീതിയിൽ ഭീഷണിയാകുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ കൂടിയാണ് ചുമട്ട് തൊഴിലാളി കൂടിയായിട്ടുള്ള ബഷീറിനെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. അതായത് അഞ്ചൽ റേഞ്ച് ഓഫീസിന് കീഴിലാണ്, അഞ്ചൽ റേഞ്ചിന് കീഴിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ കുളത്തുപുഴയിലുള്ള റേഞ്ച് ഓഫീസർ അടക്കം ഈ സംഭവ സ്ഥലത്തുണ്ട്. DFO വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതായത് മൃതദേഹം വിട്ടുകൊടുക്കുക എന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇപ്പോഴും മൃതദേഹം ഈ സംഭവ അയ്യപ്പൻ വളവിൽ തന്നെയാണ് ഈ മൃതദേഹം ഉള്ളത്. അതായത് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ബഷീറിന് മൃതദേഹം വിട്ടു നൽകുക എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ഇപ്പോഴും ജനങ്ങളുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്.